അപ്പൊ അല്ലാഹു റഹ്മാനും റഹീമുമാണ്, അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ശ്രദ്ധിക്കണം, റഹ്മത്തുൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകർക്ക് മുഴുവനും കാരുണ്യം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആരാൻ? അല്ലാഹു ആരാൻ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സർവലോക സംരക്ഷകനാണ്, സർവാധിപതിയാണ്, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവാ. റബ്ബുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. ഈ ലോകർക്ക് മുഴുവനും സംരക്ഷിക്കുന്നവനാണ്. ലോകത്തിലുള്ള സർവരുടെയും തമ്പുരാനാണ്, തമ്പുരാനാ. അവന്റെ ഹബീബോ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന നബിയാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ. അല്ലാഹു ആരാണ്? റബ്ബുൽ ആലമീൻ, സർവ്വലോക പരിപാലകൻ. ആര്? അല്ലാഹു. അതേ പദം മുഹമ്മദ് നബി ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകരുടെ മുഴുവനും കാരുണ്യം. ലോകത്തേക്ക് മുഴുവനുമായിട്ടാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബി അല്ലാഹു അയച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1999 അംബിയാ മുർസലുകളെ എടുത്തു പരിശോധിച്ചാലും അവരെ ആരെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തേക്ക് മുഴുവനുമായിട്ടും അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആരാണെന്ന് പഠിച്ചു? റബ്ബുൽ ആലമീനാൻ, സർവ്വലോക പരിപാലകനാൻ. അവന്റെ ഹബീബാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനാൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം വിഭാവനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം, ആ ഹബീബാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമായിട്ടാണ് 999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. എവിടേക്കാണ്? കേവലം ഒരു ഗോത്രത്തിലേക്ക്, കേവലം ഒരു പട്ടണത്തിലേക്ക്, കേവലം ഒരു ഗ്രാമത്തിലേക്ക് മാത്രം ദിവസം പോകുന്നത്. ശ്രദ്ധിക്കും, മുഹമ്മദ് നബി ആരാൻ? ശ്രദ്ധിച്ചോണം. ഓരോരോ പ്രവാചകന്മാരും ഞാൻ എണ്ണി 1-2 ആളുകൾ പറയും. وإلى مدين أخاهم شعيبا. പരിശുദ്ധ ഖുർആൻ ഓരോരോ പ്രവാചകന്മാരെ പറയാം. 3 പ്രവാചകരാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കും, ഹൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും. ഒരു പ്രവാചകർക്കിടയിൽ നമുക്കെന്തില്ല? വിവേചനം പാടില്ല. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മറ്റുള്ള പ്രവാചകർ കേൾക്കുമ്പോൾ മിണ്ടായിരിക്കുക, അത് നമ്മുടെ സമുദായത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം അത് നമ്മൾ നേരത്തെ തന്നെ അതിനൊരു കരാറിട്ടിട്ടുണ്ട്. ആമന റസൂൽ അറിയില്ലേ? ആമന റസൂൽ അറിയില്ലേ? അതിനർത്ഥം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മളത് ഉറക്കെ പറയാത്തത്. എന്താണ് ആമന റസൂൽ? آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله. ശുദ്ധ ഖുർആൻ. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവിന്റെ പരിപാടിയില്ല. ശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആമന റസൂലി മാത്രം ഓതിയിട്ട് കാര്യമില്ല, അതിന്റെ അർത്ഥം പഠിക്കണം. അതുകൊണ്ട് എന്ത് വേണ്ടില്ല? പിന്നെന്താ ഉസ്താദെ നമ്മൾ മുഹമ്മദ് നബി ഇത്ര വർണ്ണിക്കുന്നത്? അത് സൂറത്തിൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിൽക റുസുലു ഫളലനാ ബഅദഹും അലാ ബഅദ്. ചില പ്രവാചകന്മാരെ മറ്റു പ്രവാചകന്മാരെക്കാൾ അല്ലാഹു ദറജ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പൊക്കി പറയും. അത് പറയാൻ നമ്മളോട് പറഞ്ഞ വസ്തുതയാണ്. പക്ഷെ പ്രവാചകന്മാരുടെ പേര് ഉണ്ടായിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ല. ഉറക്കെ നമ്മൾ ചെല്ലണം. ഹൂദ് അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തെ എവിടേക്ക് മാത്രമാണ് അല്ലാഹു അയച്ചത്? എവിടേക്ക് മാത്രമാണ്? വഇലാ ആദിൻ അഖാഹും ഹൂദാ.
ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചത് ആദ് ഗോത്രത്തിലേക്ക് മാത്രമാണ്. ആദ് ഒരു ഗോത്രത്തിന്റെ പേരാണ്. ആ ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് ആരയച്ചത്? ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്. നബി ആരാണെന്ന്, മുഹമ്മദ് നബി ആരാണെന്ന് പഠിപ്പിച്ചു വിടുകയാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടേക്ക് മാത്രം അയച്ചത്? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രം, ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദ്. ആ ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനത്തിന് വേണ്ടി ആരയച്ചത്? ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത്. ഇതാര് പറഞ്ഞു ഉസ്താദേ? ഖുർആനിലുണ്ട്, ഖുർആൻ ഓതിയാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് ഹൂദ് നബി അലൈഹി സ്വലാം? ഹൂദ് നബി അലൈഹി സ്വലാം ആള് നിസ്സാരക്കാരനല്ല. പരിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഹൂദ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സൂറത്ത് ഹൂദ്. 1,24,000 പ്രവാചകന്മാർ, അതിൽ 313 മുർസലീങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 25 പേരുടെ പേര് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊരു പ്രവാചകന്റെ പേരുമാണെന്ത്? ഹൂദ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരിൽ 114 സൂക്തങ്ങളില് മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ 114 സൂക്തങ്ങളിലെ ഒരു സൂറത്തിന്റെ പേര് കൊണ്ട് അള്ളാഹു കൊടുത്തത് അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്ത് ഹൂദ്. മറ്റു ചില പ്രവാചകർക്ക് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂസുഫ്, മഹിളകൾക്കും കൊടുത്തിട്ടുണ്ട് സൂറത്ത് മറിയം. ഇതൊക്കെ നമ്മൾ ഓതണം, നമ്മൾ പഠിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സൂറത്ത് യൂസുഫ് പഠിക്കുമ്പോഴേ ഒരു കുടുംബത്തെ കുറിച്ചുള്ള പശ്ചാത്തലം മനസ്സിലാവൂ. നിന്റെ സഹോദരങ്ങൾ വഞ്ചിച്ചേക്കാം, അവർ നിന്നോട് അസൂയ വെച്ചേക്കാം, പകയും വിദ്വേഷവും ഉണ്ടായേക്കാം. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെയാകും എന്നതിലേക്കൊക്കെയുള്ള ഒരു സൂചികയാണ് സൂറത്ത് യൂസുഫ് നമ്മളോട് വിളിച്ചോതുന്നത്. അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിച്ചു. ആരുടെ പേരിൽ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത് എവിടേക്ക് മാത്രം? ആദ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലേക്ക് മാത്രമായിട്ടാണ്. ഒരു പട്ടണത്തിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വലിയ വൻകരയിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്. ലോകം മുഴുവനും ഒട്ടാകെ ആയിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. നബിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് ഇതാണ്. നബി സാധാരണക്കാരനല്ല എന്നതിലേക്കുള്ള ഒരു സൂചികയാണിത്. ആ പ്രവാചകന് മുമ്പോ ശേഷം പ്രവാചകരില്ല. മുമ്പുള്ള ഒരാളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് മുഴുവനായിട്ട് പോയിട്ട് ഒരു വൻകരയിലേക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അടുത്ത പ്രവാചകൻ 1-2 പേരെ പറയുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആനിൽ തപ്പിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയെ നാം നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി വലിയൊരു സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കുറിച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖത്തല്ലാഹ്, അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം. ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അള്ളാന്റെ റസൂലിനും ഉണ്ടായിരുന്നു ഒട്ടകം, ഇന്നുമുണ്ട് ഒട്ടകം. നബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് ഒളബാ എന്ന ഒട്ടകമായിരുന്നു. എന്താണ് നബിയുടെ ഒട്ടകത്തിന്റെ പേര്? ഒളബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ്. നമുക്കുണ്ടാവുമല്ലോ വണ്ടി, അല്ലെ? വാഹനം ഉണ്ടാവും. പേരെന്തായിരിക്കും? BMW, അല്ലെ? മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഇന്നോവ, ഇങ്ങനെ ഓരോ വണ്ടികളുണ്ടാവും. അല്ലെങ്കിൽ ആൾട്ടോ ഉണ്ടാവും, 800 ഉണ്ടാവും, സൈക്കിൾ ഉണ്ടാവും, ഇങ്ങനെ ഓരോരോ പേര്. അള്ളാന്റെ റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ പേര്, നബി നിങ്ങളുടെ വാഹനത്തിന്റെ പേരെന്താണ്? ഒളബാ എന്നായിരുന്നു. നമ്മൾ ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ്. നടിമാജിതനാരാണ്? ഉടനെ നബിയോട് ചോദിച്ചു, ബഹുമാനിക്കുക. മാത്രമാണ് ഇസ്രായേലി സമൂഹത്തിലേക്ക് മാത്രമാണ്. പുറത്തുള്ളവർക്ക് പ്രബോധനം നടത്താൻ എന്നെ നിയോഗിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അത് തന്നെ ഖുർആനും പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതായ വ്യക്തിയാണ്, ചൊരിയപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ നാം നിയോഗിച്ചത് ഇസ്രായേലിലേക്ക് മാത്രമാണ്. ഇസ്രായേലിലേക്ക് മാത്രമാണ്. അവിടേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ സയ്യിദുനാ ഈസാ.
എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് മുഴുവനുമായി കാരുണ്യമായി അയച്ചിട്ടുള്ളത് ഒരാളെയുള്ളൂ, ബൽഹറുൽ തമ്മായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ ഒഴികെ ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലുകളെയും അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് ഗ്രാമമാണ്, ഗോത്രമാണ്, പട്ടണമാണ്, പ്രവിശ്യയാണ്. ലോകത്തേക്ക് മുഴുവനുമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ മാത്രം. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ബേസിക്കായി നബിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട പാഠം ഇതാണ്. നബി എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് നബി, ആ നബിയുടെ അനുയായികളാണ് ആര്? ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ പറയാൻ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ തസവ്വജൂ അൽ വദൂദ് അൽ വദൂദ്, കൂടുതൽ പ്രസവിക്കുന്നവളും കൂടുതൽ സ്നേഹമുള്ളവളുമാകുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനി ഉബാഹി ബികും യൗമൽ ഖിയാമ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായവുമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുമ്പോ എന്നെ സമുദായത്തിൻ്റെതാകുന്ന അളവ് കണ്ടുകൊണ്ട്, എന്റെ സമുദായത്തിന്റെ വ്യാപ്തി കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തസവ്വജൂ അൽ വദൂദ് അൽ വദൂദ്. ഏറ്റവും കൂടുതൽ പ്രസവിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നാം ഒന്ന് നമുക്കൊന്നുള്ള ഏർപ്പാട് വേണ്ട. മക്കൾ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ, പ്രശ്നമില്ല. എന്താണ് കാരണം? മക്കൾ അധികരിക്കുക അള്ളാഹുവിന് വലിയ സ്നേഹമാണ്. കാരണം എന്താ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കുട്ടി കൂടി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ നീ കാരണമായി. നിനക്കും നിന്റെ ഭാര്യയ്ക്കും അള്ളാഹുവിന്റെ ഒരു തിരുനോട്ടം ഉണ്ടാകും. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തത് ഹബീബിന് വലിയ ഇഷ്ടമാണ്, മുഹമ്മദ് നബിക്ക് ഇഷ്ടമാണ്. കാരണം നാളെ മഹ്ശറിൽ എത്തുമ്പോൾ നബിയുടെ സമുദായം കൂടുതലായിട്ട് നബിയെ കാണുക എന്ന് പറയുന്നത് നബിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നബിയുടെ ഒരു പൊരുത്തം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മക്കള്, എനിക്ക് ഉസ്താദ് 5 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം, എനിക്ക് 10 മക്കളുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. അല്ലാതെ എനിക്ക് വന്നേ ഉള്ളൂ ഉസ്താദെ, നമ്മുടെ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഞാൻ സാന്ദര്യമായി ഉണർത്തിയതാണ്, ഇടയ്ക്കൊന്ന് ഉണർത്തിയെന്ന് മാത്രം. മനസ്സിലായി? നബിയുടെ സമൂഹം അധികരിച്ചതാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. എന്തിനെ പേടിക്കുന്നത്? ദാരിദ്ര്യത്തെ പേടിയാണോ? ഒന്നും പേടിക്കണ്ട. അതിനൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ. ഇബ്നു മസ്ഊദേ നീ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇതാ അവിടുത്തെ ഖിലാഫത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, അവിടുന്ന് ഖലീഫയായ കാലഘട്ടത്തിൽ എന്റെ വീട്ടിലേക്ക് ഒരു സ്വർണത്തിന്റെ കിഴി തന്നു വിടുകയാണ്. ഞാനത് സ്വീകരിച്ചില്ല. സ്വർണത്തിന്റെ കിഴിയാണ്. ഞാൻ പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഇതാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പറയാനുള്ള ഒരു എബിലിറ്റി എന്തായി പറയുന്നത്? ഖുർആനിൽ അവലംബം കൊടുക്കാൻ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ പഠിച്ചിട്ടുണ്ട്, എന്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സഹാബി പറയാൻ. സ്വർണത്തിന്റെ കിഴി കൊണ്ട് കൊടുക്കുമ്പോഴേ ഓർത്ത് നോക്കി എന്തൊരു ഈമാനാണ്. നമുക്കിപ്പോ 15,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും
പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഒരു 10,000 റുപ്യയും കൂടെ തന്നു കഴിഞ്ഞാൽ 2 കൈ നീട്ടി കടന്നു വാങ്ങും നമ്മള്, അല്ലേ? വേണ്ടാന്ന് പറയാ ആരെങ്കിലും? പറയൂല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. വാങ്ങണം. ഹദിയ നമ്മൾ വാങ്ങും വേണം. നമ്മളങ്ങനെ വാങ്ങും. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു നയാ പൈസ വേണ്ട. കാരണം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അടുത്ത ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വന്നു. ഇതേപോലെ സ്വർണത്തിന്റെ ഒരു കിഴി കൊണ്ട് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും ഓതും, എന്റെ പെൺമക്കളും ഓതും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിലും ഇതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. അടുത്ത ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തുവിടുന്നു. സ്വർണത്തിന്റെ കിഴി വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ എന്റെ പെൺമക്കൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. ഓതാൻ തയ്യാറുണ്ട്. അഴീക്കോട് ജട്ടിയിലെ സഹോദരങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാരാ ഓതേണ്ടത്? പെൺമക്കളാണ് ഇത് ഓതേണ്ടത്. എന്റെ സഹോദരിമാരാണ് ഓതേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്ത്രീകളോടാണ്, സ്ത്രീകളോടാണ്. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ. സ്ത്രീകളെ, സ്ത്രീകളെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ, സൂറത്തുൽ വാഖിയ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിങ്ങളുടെ ഭർത്താവ് ഇതാ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ പാതിരാത്രി സമയത്തും ഇതാ സൂറത്തുൽ വാഖിയ നീ വീട്ടിലോതിയാൽ ദാരിദ്ര്യം നിർമാർജനമാണ്, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിന്റെ അർത്ഥം കെട്ടിയന്മാര് ഖുർആനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിരുന്നും വേണ്ട ഉസ്താദ് TV കണ്ടോളാൻ പറഞ്ഞൊന്നും അർത്ഥമല്ല. നമ്മൾ ഓതണം. അതോടൊപ്പം ആര് ഓതണം? സഹോദരിമാര് ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണം സൂറത്തുൽ വാഖിയ. അവരോടാണ് കൽപ്പന അല്ലാഹുവിന്റെ റസൂലിന്റേത്. ഇന്ന് പക്ഷേ മിക്ക സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഉമ്മമാര് ഓതുന്നുണ്ട്, അതുപോലെ സ്ത്രീകൾ ഓതുന്നുണ്ട്, മക്കളെ കൊണ്ട് ഓദിക്കുന്നില്ല. ഓദിക്കണം. പാപ്പായുടെ സ്കൂട്ടറും S3യും S4ഉം S5 ഒക്കെ എനിക്ക് താന്ന് പറയുന്ന മക്കള് പാപ്പാക്ക് സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്തു കൊടുത്തൂടെ? സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു പോംവഴിയാണ് എന്ത്? സൂറത്തുൽ വാഖിയ ഓത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ വാഖിയ ഓത്. അപ്പൊ നേരത്തെ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഉണ്ട്. 11 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് 15 എന്തും പറഞ്ഞു? സൂറത്തുൽ വാഖിയയും പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചരിത്രത്തിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ വഫാത്തായി പോയി. പക്ഷേ അദ്ദേഹത്തിനോ കുടുംബത്തിനോ, പെൺമക്കൾ അധികരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ജീവിതത്തിൽ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? സൂറത്തുൽ വാഖിയ അവർ ഡെയിലി പാരായണം ചെയ്യുമായിരുന്നു. നമ്മുടെ മക്കളോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ഓതണം, ഖുർആനുമായി ബന്ധം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മറ്റൊരു ശ്രേഷ്ഠതയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഡീഷണലായി ഒരു ഹെൽപ്പർമാരെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. നബിതങ്ങളുടെ കൂടെ സഹായത്തിന് ഞാനും കൂടെ ഒരാളും കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് പറയാൻ വേണ്ട, നമ്മുടെ കൂടെ വരണ്ട. നബിയുടെ കൂടെ ആരുമില്ല. മുഹമ്മദ് നബി തരിച്ചാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഹെൽപ്പർമാർ ഉണ്ടായിട്ടുണ്ട്. നൗഷാദ് ഭായ് ബക്കറ്റ് വിരിക്കണ്ടേ? ഉണ്ടോ? ബിസ്മില്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല സ്വതക്ക കൊടുക്കുക. നമ്മുടെ സ്വതക്കകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നല്ലൊരു സ്വതക്ക സമാപന ദിവസമാണ്. നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ, കാര്യക്ഷമമാക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തമാശയും പാട്ടും ഒന്നും ഇല്ലല്ലോ, ഖുർആനും ഹദീസും വെച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബറക്കത്തുണ്ടാകും ഈ സദസ്സിൽ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹോദരിമാരുൾപ്പെടെ ബക്കറ്റ് വരുമ്പോൾ ഒന്ന് കാര്യക്ഷമമാക്കി നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ 1000, 2000, 10,000, 25,000 ഒരു പവനൊക്കെ നിങ്ങൾ നേർച്ചയാക്കിയവർ, കൊടുക്കാൻ വേണ്ടി നിയത്താക്കിയവർ, രോഗശമനത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ നിയത്ത് വെച്ചിട്ടുള്ള സഹോദര സഹോദരിമാരൊക്കെ ആ ബക്കറ്റിൽ നിങ്ങൾ നിയത്ത് എഴുതി അതിൽ കൊടുക്കുക. അവരുടെ സംഘാടകരെ ഏൽപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ നൽകുന്ന സ്വതക്ക പാരത്രിക ലോകത്ത് വിജയത്തിന് അല്ലാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പഠിപ്പിച്ചു കൊടുത്തതാകുന്ന ഒരു ദിക്ർ പഠിപ്പിക്കും. ആ ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചൊല്ലിയവനും ദിക്ർ ചൊല്ലിയവളുമായി ഗണിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പ്രത്യേകത? എന്താ? ആ ദിക്ർ ചൊല്ലിയാൽ ഇന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നാളെ ഈ സമയം വരെ ദിക്ർ ചൊല്ലിയവനും ചൊല്ലിയവളുമായി അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും, ലിസ്റ്റിൽ രേഖപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. ആരാണ് ഹബീബ് റസൂലുള്ളാഹി? എല്ലാവരും ഒന്ന് ഒരാൾക്ക് മൗലാദിയിലേക്ക് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വലം തുസുന്നത മൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തകാത قدما الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു ഉസൈദ് ബിൻ ഹുദൈർ എന്ന സഹാബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വർത്തമാനം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ രാത്രി വല്ലാതെ കൂരിരുട്ടാണ്. നിലാവിന്റെ വെളിച്ചം അല്പനേരം ഉണ്ടായിരുന്നു. അല്പനേരം മുന്നോട്ട് പോയപ്പോ ആ നിലാവിന്റെ വെളിച്ചവും അസ്തമിച്ചു പോവുകയാണ്. അതാ കൂരിരുട്ടൂടെ നടന്നു പോകവേ ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ വലത് കൈ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വലത് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഇസാബയിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടി തന്റെ കൈയങ്ങ് പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കുകയാണ്. ആ പ്രകാശത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. ഇഴജന്തുക്കളുള്ള കാട്ടിലൂടെ അതാ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വന്നണയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാര് ചോദിച്ചു പോയി, നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇത്രത്തോളം ഈ കൂരിരുട്ടിൽ ഒരു ടോർച്ചിനേക്കാൾ പ്രഭ പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൈ ഇത്രത്തോളം പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ, അല്ലയോ പ്രിയപ്പെട്ടവളെ, നിന്നോട് ഞാൻ സത്യം തുറന്നു പറയുകയാണ്. എന്റെ ഈ കൈ പ്രകാശിക്കാനുള്ള കാരണം എന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ തൃക്കരത്തിലേക്ക് എന്റെ കൈ ഞാൻ വെച്ചിട്ടുണ്ട്. മാമസിസ്തു ബിയദി ذكري منذ أني بايعت النبي صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എന്റെ ഈ വലത് കൈ കൊണ്ട് ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. എന്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ എന്റെ വലത് കൈ സ്പർശിച്ചിട്ടില്ല. മാമസിസ്തു ബിയദി, എന്റെ വലത് കൈ കൊണ്ട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബിദക്കരി, എന്റെ ദക്കറിലേക്ക്, എന്റെ ജനനേന്ദ്രിയത്തിലേക്ക് എന്റെ വലത് കൈ ഞാൻ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല. ഏത് സമയം മുതൽക്കെന്നറിയുമോ? മുൻദു അന്നീ ബായാത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എന്റെ കൈയൊന്നടിച്ചതിന് ശേഷം, ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ എന്റെ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ.
ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എന്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എന്നെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങൾ മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബുദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വത്വാഅ, അലയ്യ ബിസ്സമഇ വത്വാഅ, നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബയ്യത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിൽ അടിച്ച് ബയ്യത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എന്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എന്റെ കൈ പ്രകാശിക്കുകയാണ്. കഴിക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും ഹൃദയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെവികളിൽ, എത്രയോ പാവപ്പെട്ട സഹോദരന്റെ കാതുകളിൽ ഇതാ മുഴങ്ങി കേൾക്കുന്നത് അശ്ലീലതയാണ്, സിനിമാ പാട്ടുകളാണ്. എത്രയോ സഹോദരങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമകളാണ്, സിനിമാ പാട്ടുകളാണ്. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതിന് പകരം, ഖുർആൻ കേൾക്കേണ്ടതിന് പകരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരില്ലയോ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരില്ലയോ, അശ്ലീലമാക്കപ്പെട്ട സിനിമകളും ഗാനങ്ങളും കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? എത്രയോ മോശപ്പെട്ട പ്രവണതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ മുസ്ലിമേ, കേൾക്കാൻ തയ്യാറാവണേ പെങ്ങളെ. ഖുർആൻ കേൾക്കുന്നവരുണ്ടോ, ഖുർആൻ ഓതുന്നവരുണ്ടോ, അവർക്ക് ഭൗതികവും ആത്മീയവുമാകുന്ന ലോകത്ത് രക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങളെ കുറിച്ചുള്ളതായ മദ്ഹ് കീർത്തനങ്ങൾ കേൾക്കാൻ ഇന്ന് കാതുകളില്ല, ചൊല്ലാൻ ഇന്ന് നാവുകളില്ല, പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ ഇന്ന് നാവുകളില്ല. നാവിനെ അശക്തമാക്കിയതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കണ്ടയോ മുസ്ലിമേ, പ്രകീർത്തിക്കണ്ടയോ? ലോകത്തിന്റെ നായകനാരാണ്? നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷാ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. കൂരിരുട്ടാണ് എൻ്റെ റൂം, ചെറിയ വീടാണ്. ഇന്നത്തെ പോലെ ലൈറ്റുകളില്ല, ഇന്നത്തെ പോലെ ബൾബുകളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. കരണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് തപ്പുകയാണ്, തിരയുകയാണ്, എൻ്റെ സൂചി തിരയുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബായ നബിതങ്ങൾ അതാ കടന്നു വരുകയാണ്. നബിതങ്ങളുടെ മുഖത്തിൽ നിന്ന് പ്രകാശമടിക്കുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലയോ, ആയിഷാ ബീവി അല്ലയോ? നബിയുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ ശോണിമയാൽ നബിതങ്ങൾ അതാ കടന്നു വന്നപ്പോ എന്റെ റൂമിന്റെ നിലത്ത് കടന്നുകൊണ്ട് തിരയുന്ന സൂചി എനിക്ക് നല്ലതുപോലെ കാണാൻ സാധിച്ചുവെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാ. ആ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിത്വമാണോ? നൂറുൻ അലാ നൂർ,
പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രവാചകന്റെ എന്റെ വലത് കൈയിലേക്കൊന്ന് 10 സെക്കൻഡ് വെച്ചപ്പോ ഇതാ എന്റെ കൈ ഇതാ പ്രകാശിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് പോലെയെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഇസാബ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലേക്ക് ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്മഇ വതആ. കഴിഞ്ഞു. അടുത്ത സ്വഹാബി വീണ്ടും വെക്കുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്മഇ വതആ. ഇതാണ് എന്ത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിപ്പിടിച്ച് 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കാന്നല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കൈയടിക്കലോടുകൂടി ഞാൻ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചു. നബിയുടെ കൈ വെച്ച കൈയല്ലേ, ഞാൻ പിന്നീട് ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിൽ ഈ വലത് കൈ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സൂക്ഷ്മതയാണ്. സൂക്ഷ്മത അങ്ങനെ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്ത് പറ്റി? അതിന്റെ പ്രകാശം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ പ്രകാശിക്കുക. രാത്രി വഴി കൂടെ പോകുമ്പോൾ ട്യൂബ് ലൈറ്റ് കൈ. നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആരാൻ? നവവി ഇമാം ആരാൻ? നബി തങ്ങളെ മഹബ്ബത്ത് വെച്ച വ്യക്തി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളക്കണഞ്ഞു പോയി, വിളക്ക് പെട്ടെന്നണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ വെച്ചു വന്നാണ്. വിരൽ ഉടനെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളിലുണ്ട്, നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളതാകുന്ന മരങ്ങൾ, അതിന്റെ ശിഖരങ്ങൾ ഇതാ ഈ നിൽക്കുന്ന വൃക്ഷം പോലെ വന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് താന്നു കൊടുത്തു. എന്നിട്ട് ആ ശിഖരങ്ങൾ മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ ഞാൻ കിതാബ് എഴുതി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ എവിടുന്ന പ്രകാശം കിട്ടിയത്? മുഹമ്മദ് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെന്ത് വേണ്ട, സോളാറൊന്നും വേണ്ട, വഴി നമ്മുടെ കൈമതി. നമ്മൾ നബിയിലേക്ക് അങ്ങ് അടുക്കണം, ലയിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിലൂടെ എടുക്കണം, ദിക്റിലൂടെ എടുക്കണം, നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ എടുക്കണം. എത്ര സുന്നത്ത് എടുക്കാൻ കഴിയും നമുക്ക്? തലയിൽ തൊപ്പി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വലിയ മടിയാണ് മിക്കവർക്കും, വലിയ മടിയാണ്. നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് മടിയാണ്, അല്ലേ? താടി ഒന്ന് വെക്കാൻ മടിയാ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഏതൊക്കെ കോലങ്ങൾ കെട്ടുന്നുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യും. നടന്മാരാരോ താടി വെച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ താടി വെച്ചു. ഇപ്പൊ ഏതോ ഒരു നടൻ വടിച്ച് കണ്ണാടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ എന്തായി? വടിച്ച് കണ്ണാടിയിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി നമ്മുടെ സമൂഹം? സുന്നത്തുകൾ, നബിയുടെ സുന്നത്തെടുക്കാൻ മടി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നബിയുടെ സുന്നത്തെടുക്കാൻ പറയുമ്പോൾ ഉസ്താദെ താടി വെച്ച എനിക്ക് ചൊറി ഉസ്താദ് എന്നാ പറയുന്നത്. സിനിമാ നടന്മാർ വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അപ്പോൾ അവന് ഉടനെ തന്നെ ഉപ്പിൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ സീരിയൽ നടിമാരുടെ വസ്ത്രം, അവരുടെ ആഭരണങ്ങൾ അതേ മോഡൽ തന്നെ പോയി ചോദിച്ചു വാങ്ങി അത് ഇടാൻ വേണ്ടി ശ്രമിക്കാൻ, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇസ്ലാമിക വസ്ത്രവിധാരണം പറയുമ്പോൾ ഉടനെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വ്യക്തിയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പറെ പോലും അള്ളാഹു വെച്ചിട്ടില്ല. അഡീഷണൽ ഹെൽപ്പർ വേണ്ട ആർക്ക്? ഹബീബ് റസൂലുള്ളാഹി. ലോകത്ത് മറ്റുള്ള എല്ലാവർക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രം എണ്ണുകയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ അത് 5 പേരാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, അല്ല മദ്രസയിൽ പഠിച്ചതാണ്, പണ്ട് മദ്രസയിൽ പഠിച്ചവര്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, 5 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് 5 പേര്? ഈ 5 പേരും മുഹമ്മദ് നബി ഒഴികെയുള്ള ബാക്കിയുള്ളതാകുന്ന ഉലുൽ അസ്മിൽപ്പെട്ട 4 ആളുകളെയും എടുത്തു പരിശോധിക്കാം. ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇവരല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ, മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠതയുള്ള 5 ആളുകൾ. ഈ 5 ആളുകളെ തന്നെ പഠിച്ചാൽ മതി. അതിൽ 4 ആളുകളെ പഠിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്നുള്ളത് പഠിക്കും. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്നെ. നൂഹ് നബിക്ക് അഡീഷണൽ ഹെൽപ്പർ ആയിരുന്നു ആര്? സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പറയുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്തൊരു വസ്തുതയാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. നൂഹ് നബിയുടെ മക്കളെയല്ലേ ഇത് എവിടെ കൊത്തുന്നത്? വെള്ളത്തിൽ മുക്കി കൊന്നത്. പിന്നെ എങ്ങനെയാ അദ്ദേഹം പ്രവാചകനായത്? എന്താ ഉസ്താദ് പറയുന്നത്?
അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നൂഹ് നബിയുടെ മക്കൾ 3 ആളുകളാണ്. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. എത്ര മക്കളായി? 3 പേരായി. ശ്രദ്ധിക്കണം, ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. നൂഹ് നബിയുടെ മൂത്ത മകനാണ്. നൂഹ് നബിയുടെ മൂത്ത മകനാണ് ആര്? സാം ബിൻ നൂഹിൻ അലൈഹിസ്സലാം. ഉറക്കെ പറയും, സാം അലൈഹിസ്സലാം നൂഹ് നബിയുടെ മകനാൻ. അദ്ദേഹം ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ അഡീഷണൽ ഹെൽപ്പറായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ആർക്ക്? നൂഹ് നബിക്ക് തന്നെ അഡീഷണൽ ഹെൽപ്പറാണ് മകൻ. അപ്പൊ ഒരാളെ മാറ്റി നിർത്തി. അടുത്തയാള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് കുറെ മദ്ഹ് പറയാനുണ്ട് നബിയുടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, മണി 11 ഇങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. ഇരിക്കൂലേ? ഇരിക്കാമെന്നുള്ളത് കൈ ഉയർത്തിക്ക്. അള്ളാഹു കുടുങ്ങിയോ ചോദിക്കണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുടെ മദ്ഹല്ലേ, കുറച്ചുകൂടെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് നബി എന്നുള്ളത് ആദ്യം കുറച്ച് മുഖദ്ദിമാണ്. അതിനിടയ്ക്ക് ഒരു ചരിത്രം പറഞ്ഞതാണ്. ഇനിയുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. അതുമായി നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ അള്ളാഹു പറയാനും കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ നിന്ന് പറയുമ്പോൾ നബിയെ കുറിച്ചുള്ള ഒരു മഹബത്ത് തിങ്ങിയ കൽബുമായിട്ട് വേണം പോകാം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആരെങ്കിലും സാധാരണക്കാരനാന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്തടിച്ചോണം, ഒന്നും പേടിക്കണ്ട. കാരണം എന്താ? അത്ര ഇഷ്ക് നമ്മൾ ഇവിടുന്ന് ആർജിച്ചു കൊണ്ടുപോകാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പർ ഇല്ല, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് എന്നുള്ളതിനെ സുബൂത്താക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ ഒന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡീഷണൽ ഹെൽപ്പർ അദ്ദേഹത്തിന്റെ മകനാകുന്ന സാം ബിൻ നൂഹിൻ അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത്തെ ആള് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബിയുടെ അഡീഷണൽ ഹെൽപ്പർ ആരായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ചരിത്രം പറയാൻ പോവാണ്. സൂറത്തുൽ ദാരിയാത്ത് ചരിത്രം. ഖുർആൻ പറഞ്ഞ ഒരു കഥയിലേക്ക് പോവാണ്. നമ്മുടെ മനസ്സ് കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുകറമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ قال سلام قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف فبشروه بغلام عليم فأقبلت امرأته في صرة فسكت وجهها وقالت عجوز عقيم قالوا كذلك قال ربك إنه هو الحكيم العليم. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാ. ഭയങ്കര സൽക്കാരപ്രിയനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ അതിഥി വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഓ ആ ഡേറ്റിൽ നമ്മൾ കാണൂലല്ലോ എന്ന് പറയും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഞാനിവിടെ ഉണ്ടാകും എന്ന് പറയുന്ന സൈസാണ്. അള്ളാഹു ആ സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയാ, 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്യക്തിയാണ്, പ്രവാചകനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ എന്തിനല്ലാഹു പറയുന്നു? അദ്ദേഹം അത്രമേൽ പ്രധാനമായ വ്യക്തിയാണ്. ഭയങ്കര സംഭവമാണ് ഇബ്രാഹിം നബി. إن إبراهيم كان أمة كانتا لله حنيفا قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. അദ്ദേഹം ഒരു സംഭവമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. അദ്ദേഹം ഒരു സമുദായമാണ്, ഒരു പ്രസ്ഥാനം നമ്മൾ പറയില്ലേ.
നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടെന്ന് ഇന്ന ആള് വേറെ ഒരു പ്രസ്ഥാനമാണ് ഒരു സംഭവം എന്ന് പറയില്ലേ, അത് പറച്ചിൽ ഖുർആൻ പറഞ്ഞ പറച്ചിലാണത്. കാരണം ഉമ്മത്തൻ അദ്ദേഹം ഒരു സമുദായമാണ്. ആര് ഒരു സമുദായമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആളാരാണ്? ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആളൊരു സംഭവം ഉണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ രണ്ട് ആഘോഷം, ഒന്ന് ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ. എന്തിന് ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നു? ചിന്തിക്കുക. കാരണം ഇബ്രാഹിം നബി ആളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ആരാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വിട്ടുകൊണ്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് അവൻ പമ്പര വിഡ്ഢിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വിട്ട് മാറി ചിന്തിക്കുന്നവനാര്? അവൻ വമ്പര വിഡ്ഢിയാണ്. ഖുർആൻ പറയാ സഫിഹ നഫ്സ, സ്വന്തം ശരീരത്തെ തന്നെ വിഡ്ഢിയാക്കിയവനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി ആളൊരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ്, ഒരു സമുദായമാണ്. ആ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് ഇതാ മനുഷ്യരുടെ കോലത്തിൽ ഏതാനും ചില മലക്കുകൾ കടന്നു വരികയാണ്. ഭയങ്കര ചരിത്രമാണിത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മനുഷ്യന്റെ കോലത്തിലാണ് വരുന്നത്. ടിപ് ടോപ്പായിട്ട് റാഹത്തായ നിലയിൽ വരുന്നു. ആരാ വരുന്നത്? മലക്കുകളാണ്. മലക്കുകൾക്ക് അങ്ങനെ മനുഷ്യന്റെ കോലം രൂപം പ്രാപിക്കാൻ പറ്റുമോ? പറ്റും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീരി ശഫീഉന റസൂലുള്ളാഹി. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലൊക്കെ മലക്കുകൾ രൂപം പ്രാപിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീർ. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം പ്രാപിക്കും പിശാച് ഇബ്ലീസ് എന്ന് ശഫീഉന റസൂലുള്ളാഹി. ഇബ്ലീസ് ഏത് കോലത്തിൽ വരും? പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരും. അപ്പൊ പട്ടിയും പന്നിയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാരാണ്ട്? പിശാച് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ആര് പഠിപ്പിച്ചതാ? ഹബീബ് റസൂലുള്ളാഹി. എന്നാൽ മനുഷ്യന്റെ കോലത്തിൽ ആർക്ക് വരാൻ സാധിക്കും? മലക്കുകൾക്ക് വരാൻ സാധിക്കും. എത്രത്തോളം ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു സർപ്പം വന്ന ചരിത്രം, വലിയ ചരിത്രമാണ്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ആ സർപ്പത്തെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ അതിനെ കൊന്നുകളഞ്ഞു. അവസാനം അവരെ ഹിസാബിടാൻ വേണ്ടി ജിന്നുകൾ കൊണ്ടുപോയെന്നാണ്. ജിന്നുകൾ കോലം മാറി വരാം. എന്തിന്റെ കോലത്തിൽ വരെ? പട്ടിയുടെയും പന്നിയുടെയും കോലം വരെ അവർക്ക് രൂപം പ്രാപിക്കാൻ പറ്റും. സർപ്പത്തിന്റെ കോലത്തിൽ വരും, പാമ്പിന്റെ കോലത്തിൽ വരിക. നമ്മൾ റോഡിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വേഗം തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട. 3 പ്രാവശ്യം അതിനോട് പോകാൻ പറയണമെന്നാണ്. 3 പ്രാവശ്യം പോകാൻ പറയാ. ബിസ്മി ചൊല്ലിയിട്ട്. ഇവിടെ വീട്ടുകാർ പേടിച്ചിട്ടുണ്ട്, നാട്ടുകാരും ഭയപ്പെട്ടിട്ടുണ്ട്, പൊയ്ക്കോളൂ എന്ന് പറയാം. 3 പ്രാവശ്യം പറഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിലാണ് അതിനെ കൊല്ലേണ്ടത് എന്നാണ് സൂഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫിസം അതാണ്. അല്ലാത്തവര് ചിലപ്പോൾ തല്ലിക്കൊല്ലും. അതല്ല ഈ പറയുന്നത്. സൂഫിസത്തിന്റെ മൈൻഡ് അതാണ്. കാരണം എന്താണ്? സർപ്പത്തിന്റെ കോലത്തിലും രൂപത്തിലും ഒക്കെ ആര് വരാൻ ചാൻസ് ഉണ്ട്? ജിന്ന് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ജിന്നുകളും വരാൻ ചാൻസ് ഉണ്ട്. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീരി ശഫീഉന റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിനർത്ഥം ഫണമുണർത്തി വീടിന്റെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ. അബൂ ഉസ്താദ് പറഞ്ഞായിരുന്നു, അയ്യോ പൊന്നുമോനെ പൊയ്ക്കോന്നും പറഞ്ഞ് നമ്മളെ പിടിച്ച് പാലും തേനും കൊളുത്ത് വളർത്തി അവസാനം കൊത്തു കണ്ട് മരിച്ചിട്ട് ഉമ്മൻ ഉസ്താദിനെ കൊല്ലാൻ വരണ്ട. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം സൂഫിസത്തിന്റെ രീതി അതാണ്. 3 പ്രാവശ്യം നമ്മൾ പറയുക. അപ്പൊ നല്ല ജിന്നിൽപ്പെട്ടതാണെങ്കിൽ അതിങ്ങനെ എഴഞ്ഞങ്ങ് പോകുമെന്നാണ്. ഭയങ്കര ചരിത്രം അതുമായി ബന്ധപ്പെട്ടത് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹുവിന്റെ കിസ്സയിലുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം. സർപ്പത്തിനുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയത്തും ഹദീസും അതുമായി ബന്ധപ്പെട്ടത് ഒരുപാടുണ്ട്. അള്ളാഹു പിന്നീട് അത് സംവദിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഇതാ മനുഷ്യന്റെ കോലത്തിൽ 2-3-4 മലക്കുകൾ കടന്നു വന്നു. ആരുടെ മുന്നിൽ? ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ഖുർആൻ ആയത്താണ്. നിങ്ങൾ പരിചയമില്ലല്ലോ. വേഗം അദ്ദേഹം നേരെ പോയി അടുക്കളയിലേക്ക് പോയി നല്ല ഒരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്നു പൊരിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. വിശുദ്ധമായ ഖുർആൻ പറയാൻ നല്ലൊരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പൊരിച്ചു കൊണ്ടുവന്ന മൂരിക്കുട്ടിയെ നോക്കിക്കൊണ്ട് അവരനങ്ങാതെ നിന്നു. കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവരാരാണ്? മലക്കുകളാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലമൂത്ര വിസർജനമില്ല, ഭക്ഷണം കഴിക്കലില്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾ അനങ്ങാതിരുന്നു. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഭയപ്പെട്ടു. എന്താ നിങ്ങൾ കഴിക്കാത്തത് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു കുട്ടിയുടെ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ്.
ഞങ്ങൾ വന്നത് ഒരു കുട്ടിയെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഉടനെ തൊട്ടപ്പുറത്ത് മറയിൽ നിന്നതാകുന്ന ഭാര്യയാകുന്ന അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഫസക്കത്ത് വജ്ഹഹ, മുഖത്തിങ്ങനെ കൈകൊണ്ടടിച്ചു. അത് അവരുടെ ഒരു ശൈലിയാണ്, അറബി ശൈലിയാണ്. മുഖത്തടിച്ചിട്ട് പറഞ്ഞു, വക്കാലത്ത് അജൂസുൻ അഖീം, മച്ചിയും മരടിയുമാകുന്ന ഞാൻ എങ്ങനെ ഇനി പ്രസവിക്കും? എനിക്ക് 90-ലധികം പ്രായമായല്ലോ, ഞാൻ ഇനി എങ്ങനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഖാലൂ കദാലിക ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. വന്നതാകുന്ന മനുഷ്യരുടെ കോലത്തിലുള്ള മലക്കുകൾ പറഞ്ഞു, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനം അടുത്തിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾ ഉടനെ തന്നെ പ്രസവിക്കും, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും. ഇബ്രാഹിം നബി പ്രായാധിക്യം ചെന്ന സമയത്താണ് മകനുണ്ടാകുന്നത്. ഈ സംഭവമാണിത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഈ മലക്കുകളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് മലക്കുകൾ മുഫസ്സിറുകൾ പിടിച്ചത്, അദ്ദേഹത്തിന് ആരുണ്ട്? അഡീഷണൽ ഹെൽപ്പർ ഉണ്ട്. അതാണ് ചിന്തിക്കേണ്ട പാഠം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പരിശുദ്ധമായ ഖുർആൻ ഒരു ജുസുവിന്റെ തുടക്കമാണത്. ഖാല ഫമാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ, മാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ മലക്കുകളെ, നിങ്ങൾ എന്റെ മുന്നിൽ നേരിട്ട് വരാനുള്ള കാരണമെന്താണ്? മാ ഖതുബുകും, നിങ്ങളിപ്പോ ഖിതാബിടാൻ കാരണം എന്താ? നേരിട്ട് വരാനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോ മകനെ എനിക്ക് സന്തോഷാർത്ഥം അറിയിക്കണമെങ്കിൽ ഇവിടം വരെ വരണമെന്നൊന്നുമില്ല അള്ളാഹുവിന്. അതെനിക്ക് വഹി ഇട്ടാൽ മതി, ആളെ പറഞ്ഞു വിട്ടാൽ മതി, മലക്കാരെങ്കിലും ഒരാൾ വന്നാൽ മതി, അത് മലക്കിന്റെ കോലത്തിൽ വന്നാലും മതി. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾ വേഷം മാറി വേഷപ്രച്ഛന്നനായി മനുഷ്യന്റെ കോലത്തിൽ ഇവിടെ നേരിട്ട് വരാനുള്ള കാരണം എന്താ? അത് കുട്ടിയുടെ കാര്യം പറയാനൊന്നുമല്ല. മാ ഖുതുബുക്കും അയ്യുഹൽ മുർസലൂൻ, മാ ഖുതുബുക്കും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ അയക്കപ്പെട്ടതാകുന്ന മലക്കുകളെ, നിങ്ങൾ എന്തിനാണ് എന്റെ നേരിട്ട് വന്നത്? എന്തിനാ വന്നത്? അപ്പൊ അവര് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ തീൻ മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽമുസ്രിഫീൻ ഫഅഖറജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ غير بيت من المسلمين. അല്ലയോ ഇബ്രാഹിം നബിയെ, ഞങ്ങൾ നേരിട്ട് വരാനുള്ള കാരണം ഇതാ. നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പറായ ലൂത്ത് നബിയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പർ അല്ലയോ ലൂത്ത് നബി? അദ്ദേഹത്തിന്റെ സമുദായം സ്വവർഗരതിയുടെ ആളുകളാണ്. ആ നാട്ടിലുള്ള ചെറുപ്പക്കാരാകുന്ന മക്കളെ, അതാ നാട്ടിലേതാകുന്ന കിഴവന്മാർ ഇതാ നശിപ്പിക്കുകയാണ്, രതി നിർവേദനം നടത്തുകയാണ്, രതിക്രീഡയ്ക്ക് കൊണ്ടുപോവുകയാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇതാ ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചതാണ്. അനുവാദം വാങ്ങാൻ ഞങ്ങൾ വന്നതാണ്. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അഴീക്കോട് ചട്ടിയിലുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർഗരതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണേ. മക്കളെ ബാംഗ്ലൂരിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളില്ലയോ? ശ്രദ്ധിക്കണേ. ഇന്ന് ഹോസ്റ്റലിൽ കഴിയുന്നതാകുന്ന അധിക പെൺകുട്ടികളും ഇതാ പരസ്പരം പൂരകങ്ങളാ. പാതിരാത്രി സമയമായാൽ ഒന്നിച്ചാണ് കിടപ്പ്, ഒന്നിച്ചാണ് നടത്തം. അവര് ശാരീരിക ബന്ധമാണ്. പരിശുദ്ധ ശറഅ് അംഗീകരിക്കാത്തതാണ്, പരിശുദ്ധ ശരീഅത്തിന് ഘടകവിരുദ്ധമാ. നികാഹു റജുലി അർറജുല വനികാഹുൽ മർഅതി അൽമർഅത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ട
പറയപ്പെട്ടതാണ് സാബാ മിൻഹാ നികാഹു റജുലി അർറജുലാ. പുരുഷനുമായി വേഴ്ച നടത്തുന്ന കാലഘട്ടം കണ്ടാൽ സ്ത്രീകളുമായി വേഴ്ച നടത്തിക്കൊണ്ട് സായൂജ്യം അണിയുന്ന കാലഘട്ടം കടന്നു വന്നാൽ ഇന്ന് ഈ സമുദായത്തിലെ മക്കള് പ്രതിക്കൂട്ടിലല്ലയോ നഊദു ബില്ലാഹ്. കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അശ്ലീലമാക്കപ്പെട്ട രംഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രായാധിക്യം ചെന്നതായ ഉപ്പമാരില്ലയോ, സഹോദരങ്ങളില്ലയോ? ലൂത്ത് നബിയുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അവർ തമ്മാടികളാണ് നബിയെ, അവർ അക്രമികളാണ് നബിയെ, അവർ പോക്കിരികളാണ് നബിയെ, അവരെ നശിപ്പിക്കാൻ ഞങ്ങളിതാ പോവുകയാണ് നബിയെ. ഇബ്രാഹിം നബിയോട് മലക്കുകൾ പറയുകയാ ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ തീൻ മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽ മുസ്രിഫീൻ. ആ നാടിനെ നശിപ്പിക്കാൻ പോയാ, തല കീഴായി മറിക്കാൻ പോയാണ്, അവരുടെ തലക്ക് മീതെ ഇതാ തീച്ചൂളകൾ എറിയാൻ പോയാണ്, അവരെ നശിപ്പിക്കാൻ പോയാണ് നബിയേ. ഞങ്ങൾ വന്നത് തങ്ങളോട് അനുവാദം ചോദിക്കാനാണ്, അനുവാദം ചോദിക്കാനാണ്. ഇബ്രാഹിം നബിയോട് ആ മലക്കുകൾ പറഞ്ഞു അത്ര.